ഹായ് ചങ്ങായിമാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, സാധാരണ നമ്മുടെ നാട്ടിലെ സംഖ്യയൊക്കെ കുരുപൊട്ടുന്നത് മുസ്ലിം പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം മത സൗഹാർദ്ദം കേൾക്കുമ്പോഴാണ് ഈ സംഖ്യകളെ കുരുപൊട്ടി ഒലിക്കുന്നത്. പക്ഷെ 2-3 ദിവസമായിട്ട് സംഖ്യയൊക്കെ കുരുപൊട്ടുന്നത് ഇന്ദിരാഗാന്ധി എന്ന് കേൾക്കുമ്പോൾ അത് സംഭവം നമുക്കറിയാലോ. ലോകം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച, ഏറ്റവും കരുത്തുറ്റ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണെന്ന് കാലം കഴിയുന്തോറും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരാൾ ഏറ്റവും കരുത്തുറ്റ ആളാണെന്ന് തെളിയുന്നത് അവർ ജീവിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ അവർ ഭരിച്ചിരുന്നോ കാലത്തല്ല, അവർ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് അവർ കരുത്തുറ്റതാണെന്നുണ്ടെങ്കിൽ അവർ ഓർമ്മകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അല്ലാണ്ട് PR വർക്കിലൂട്ടിയും തള്ളിലൂട്ടല്ല ഒരാളിങ്ങനെ പൊന്തിച്ചു വെച്ച് കഴിഞ്ഞാലും കുറച്ച് കാലം കഴിയുമ്പോൾ അതങ്ങ് പോകും. അതൊന്നും അധികം നിൽക്കൂല. അതിന് ശക്തമായ നിലപാട് വേണം, ചങ്കൂറ്റം വേണം. അത് ഇന്ദിരാഗാന്ധിക്കുണ്ട്. അതിങ്ങനെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് സംഖ്യക്ക് കുരുപൊട്ടുന്നത്. നമുക്ക് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ആശ്മി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ആ വീഡിയോ കാണുമ്പോൾ അന്ന് സംഖ്യക്ക് നല്ലോണം കുരുപൊട്ടുന്നു. എന്തായാലും പൊട്ടിക്കോണ്ടിരിക്കട്ടെ. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം, നമുക്കൊന്ന് കേൾക്കാം. അന്ന് അന്ധമായ ഇന്ത്യ വിരോധത്തിൽ അമേരിക്ക പാകിസ്ഥാൻ പക്ഷപാതികൾ ഒരു സായാഹ്നത്തിൽ നിക്സന്റെ വൈറ്റ് ഹൌസിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. വിരട്ടാണ്. യാഹ്യാ ഖാനെതിരെ ആയുധമെടുത്ത ഭാരതം അതങ്ങ് താഴെ വെക്കണം, ഇല്ലെങ്കിൽ വരും തീർത്തു കളയാൻ ഞങ്ങളുടെ 7ാം കപ്പൽപ്പട. ഓർക്കണം, അന്ന് മൈറ്റി അമേരിക്കൻ 7th ഫ്ലീറ്റ് എന്ന് കേട്ടാൽ സോവിയറ്റ് റഷ്യയ്ക്ക് ഒഴിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് ആയുധ തമ്പ്രാക്കൾക്ക് പോലും മുട്ടുപറക്കുന്ന സമഗ്രാധിപത്യ കാലമെങ്കിലും ആർജവത്തോടെ കേട്ടു ഒരു ശബ്ദം. പാകിസ്ഥാനെ പിന്തുണയ്ക്കലോ പിന്തുണയ്ക്കാതിരിക്കലോ നിങ്ങളുടെ രാജ്യധർമ്മം. പക്ഷേ അനുവാദം കൂടാതെ ഈ രാഷ്ട്രത്തിന്റെ സമുദ്രാതിർത്തി കടന്നാൽ ഏത് കൊമ്പത്തെ കൊടികെട്ടിയ കപ്പൽപ്പടയാണെങ്കിലും ആ പടയും അതിലെ പട്ടാളവും ജീവനോടെ തിരിച്ചു പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ലോക പോലീസെ പേടിപ്പിക്കല്ലേ. അധികാരക്കുന്നിൽ ഉയർന്നതാണ് വിറയ്ക്കാത്തൊരു ദുർഗാ ശബ്ദം. പേര് ഇന്ദിരാഗാന്ധി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ രോമാഞ്ചം വരുന്നത് എന്തുകൊണ്ടാ അറിയാം? ഇത് സത്യമാണ്, ഉള്ളതാണ്. അല്ലാണ്ട് PR വർക്കിലൂട്ടിയോ തള്ളിലൂട്ടി ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഇനി നമ്മുടെ വരും തലമുറയും ഇത് കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളും. കാരണം അത് നടന്ന സത്യമാണ്. ഈ സത്യം വീണ്ടും വീണ്ടും ഇങ്ങനെ പുറത്തു വരുമ്പോൾ സംഖ്യയൊക്കെ കുരുപൊട്ടും. അതാണ് സംഭവം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ നരേന്ദ്രമോദിനെ അമിത്ഷാനെ വിമർശിച്ച് കഴിഞ്ഞാൽ രാജ്യദ്രോഹിയാക്കുന്നവര് സംഖ്യകൾ അങ്ങനെ പറഞ്ഞ രാജ്യദ്രോഹിയാണ്. അപ്പൊ ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ സംഖ്യകളാണ്. കാരണം ഇന്ദിരാഗാന്ധിനെ കുറിച്ചും രാജീവ് ഗാന്ധിനെ കുറിച്ചും മഹാത്മാഗാന്ധിനെ കുറിച്ചുള്ള സംഖ്യകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കില്ല ഓൺ ദി സ്പോട്ടിൽ ഈ രാജ്യദ്രോഹികളെ വെടിവെച്ച് വരുന്നുണ്ട്. അത്രയും വൃത്തികേടല്ലേ പറയുന്നത്. പ്രധാനമന്ത്രിനൊക്കെ വിമർശിക്കാൻ സംഖ്യകൾ, അത് ആദ്യം മനസ്സിലാക്കട്ട. പക്ഷെ ഇന്ത്യ മിലിറ്ററിനെ അവമാനിച്ചു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ്. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സംഖ്യകളാണ്. നിങ്ങളാ പറയുന്നത് കുറെ ശാഖയിലുള്ള RSകാര അതിർത്തിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഇങ്ങ് തീർക്കുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ സൈന്യത്തെ അവഹേളിക്കലല്ലേ, സൈന്യത്തിന് കയ്യിലാന്ന് പറയുന്നില്ലേ. അതാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ കേസ് ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, പ്രധാനമന്ത്രിനെ വിമർശിച്ചു കഴിഞ്ഞാൽ, ആഭ്യന്തരമന്ത്രിനെ വിമർശിച്ചു കഴിഞ്ഞാൽ എല്ലാം കേസാണ്. വിമർശനം സഹിക്കാൻ കഴിയണം കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുരുപൊട്ടുന്നത്? ആ വിമർശനങ്ങളിൽ സത്യമുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ദിരാഗാന്ധി കേൾക്കുമ്പോൾ കുരുപൊട്ടുന്നത്? അത് സത്യമാണ്, അത് ചരിത്രമാണ്, അത് നട്ടെല്ലുള്ള ഒരു ധീര വനിതയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കുരുപൊട്ടുന്നത്. ഇന്ദിരാഗാന്ധി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ എന്തൊക്കെ തെറി വിളിച്ചാലും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളെ കയ്യിൽ അതുപോലെ ഒരു നട്ടെല്ലുള്ള നേതാവില്ല എന്ന്. ജയ് ഹിന്ദ്.